ഇന്നത്തെ വീഡിയോ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വീഡിയോ ആണ്. കാരണം കുക്കിംഗ് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ കണ്ടെയ്നറിൻ്റെ അകത്ത് കുക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് പാത്രവും കാര്യങ്ങളും ഗ്യാസും എല്ലാം അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം വെളിയിൽ ഭയങ്കര കാറ്റാണ്, പൊടിയൊക്കെയാണ്. അതുകൊണ്ട് അകത്ത് തന്നെ കുക്ക് ചെയ്യാണ്. മീൻകറി ഉണ്ടാക്കണം, അതുപോലെ ചോറ് വെക്കണം, പിന്നെന്തുവാ ചൂരമീൻ പൊരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാം തട്ടിക്കൂട്ടാണ് കേട്ടോ. അതുപോലെ ആദ്യമായിട്ടാണോ നിങ്ങളുടെ ചാനൽ കാണുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ എനിക്ക് ഫേസ്ബുക്ക് പേജും ഉണ്ട്, അതും ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ എനിക്ക് ഇൻസ്റ്റാ പേജും ഉണ്ട്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. മീൻ കറി തർത്തിപ്പ് ചെയ്യാൻ എൻ്റെ മൺചട്ടിയില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ പോയി, എസ്റ്റിൽ ഡ്രൈവറായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ചട്ടി ആണ് എനിക്ക് തന്നിച്ചു പോയി. നല്ല അടിപൊളി ചട്ടി, നാട്ടിൽ നിന്ന് വരുത്തിയതാണ് പുള്ളി. പിന്നെ പുള്ളി സൗദി ഇപ്പം കുറേ വർഷങ്ങൾ ജോലി ചെയ്തിട്ട് വിട്ടുപോയി. പിന്നെ കുറേ പാത്രങ്ങളും വേണ്ട, കറി പൗഡർ, പിന്നെ എന്തോ ഇത് കുരുമുളക്, അങ്ങനെ കുറേ, പിന്നെ എണ്ണ, പിന്നെ കുറേ പാത്രങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ പാത്രങ്ങളൊക്കെ തന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങളിങ്ങനെ സഹകരിച്ച് ഫോണൊക്കെ വിളിക്കുകയും നല്ലൊരു ഫ്രണ്ടായിരുന്നു പുള്ളി. ഇപ്പോൾ നാട്ടിൽ പോയി, ഇന്നലെ നാട്ടിലെത്തി. അപ്പോൾ ഞാൻ ഇന്ന് ചൂരക്കറി വെക്കുക. ഒരു 3.5 കിലോ ചൂര വാങ്ങിച്ച്, എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്നോട് ആ ചൂര വാങ്ങിച്ച് 25 റിയാലിന് കിട്ടി 3.5 കിലോ. പിന്നെ പകുതി അദ്ദേഹത്തിന് കൊടുത്ത്, പകുതി പിന്നെ ഞാനും എടുത്ത് കുറച്ച് വറക്കാമെന്ന് വിചാരിച്ചു. ആടെ ഇച്ചിരി വെളുത്തുള്ളി, ഇഞ്ചിയും അതുപോലെ വറ്റൽമുളക് ഉണ്ടല്ലോ, അതും കുരുമുളകും എല്ലാം കൂടെ ചതച്ച് എണ്ണയ്ക്കകത്ത് പുരട്ടി ഇനി കുറച്ച് വറക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു ഇച്ചിരി ഗ്രേവി ആക്കിയിട്ടേ ഇവനെ ഒന്ന് ആദ്യമേ മീനൊന്ന് പിടിക്കാൻ വേണ്ടി അരപ്പിൽ മുക്കി വെക്കാം, പിന്നെ വറക്കാം. കുറച്ചെടുത്ത് കറിയും വെക്കുകയാണ്. ഒരു 8-9 പീസ് വറക്കാനായിട്ട് ഇവനെ ഒന്ന് പുരട്ടി വെക്കാം. അത് കഴിയുമ്പോൾ അരപ്പ് ഉപ്പൊക്കെ ഒന്ന് പിടിച്ചിരിക്കും. ഇതൊക്കെ നമ്മുടെ തരത്തിപ്പാണ് കേട്ടോ, അല്ലാതെ പ്രത്യേകിച്ച് വലിയ രീതിയിലൊന്നും വെക്കത്തില്ല. ഇങ്ങനെ സമയം സൗകര്യം പോലൊക്കെ. ഇനി ഇവനെ ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ പിന്നെ വറക്കാം. പിന്നെ കുറച്ച് തലയും വാലും എല്ലാം കൂടെ ഒരുമിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ച്. ചട്ടിയിൽ മീൻ കറി വെച്ചാലേ അതൊന്ന് ശരിയായി വരത്തുള്ളൂ. അപ്പോൾ കിച്ചൻ്റെ അകത്ത് പാചകം നടക്കത്തില്ല. ഞാൻ ഈ കണ്ടെയ്നറിനകത്തോട്ടും കയറി. ഇവിടെ ആകുമ്പോൾ കാറ്റില്ല, വെളിയിൽ ഭയങ്കര പൊടിക്കാറ്റും കാര്യങ്ങളും. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കയറി ഇവിടെ ഇത് തർത്തിപ്പ് ചെയ്താലേ ശരിയാവും, അല്ലെങ്കിൽ പിന്നെ പൊടിയും മണ്ണും തിന്നേണ്ടി വരും, ഗ്യാസ് ഓഫായി പോകും. അപ്പോൾ നമ്മുടെ ചട്ടി ഉണ്ടോ, ഇത് കൊല്ലം നീണ്ടകരയിൽ നിന്ന് വന്നേ കേട്ടോ, ഫ്ലൈറ്റിൽ വന്ന ചട്ടിയാണ്. നമ്മുടെ ദോസ്ത് നമുക്ക് തന്നേച്ച് പോയതാണ്. അപ്പോൾ ഇതിനകത്തൊന്ന് മീൻകറി വെക്കാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മീൻകറിയൊക്കെ എങ്ങനെ നമ്മൾ സാധാരണ ഡ്രൈവർമാരൊക്കെ വെക്കുന്നത് എങ്ങനെയെന്നൊക്കെ ഒന്ന് കാണാൻ പറ്റും. എൻ്റെ വീഡിയോ ഈ പാത വീഡിയോ ഒക്കെ തട്ടിക്കൂട്ടാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കുറവുകളൊക്കെ വരും. നിങ്ങൾ കുറ്റങ്ങളൊന്നും പറയരുത് കേട്ടോ. എല്ലാം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ വലിയ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. ആദ്യമേ അപ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ഇവനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്താണ് പ്രശ്നം, ചട്ടി നോക്കട്ടെ. അപ്പോൾ എണ്ണ ഒഴിച്ചു. ഇച്ചിരി മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി എണ്ണ കൂടുതലിരിക്കട്ടെ. കാര്യം 2-3 ദിവസം വെക്കുന്നതല്ലേ, കേടാവായിരിക്കും. ഒരു കഷ്ണം ഇഞ്ചി എടുത്തു, അത് ചെറുതായിട്ട് മുറിച്ചു. എന്നൊരു 10-15 എല്ലി വെളുത്തുള്ളിയും. ഇവനെ ഒന്ന് ചതയ്ക്കണം. കൈവച്ച് യൂസ് ചെയ്യാവുന്ന ചെറിയ മിക്സി ഉണ്ട്. നമ്മുടെ ദോസ്ത് പോയപ്പോൾ ഇതൊക്കെ തന്നേച്ച് പോയത്. ഇതിട്ടിട്ട് ഇവനെ ഒന്ന് ഇവിടെ വലിക്കണം. അതാണ്ട് ഇങ്ങനെ വീഡിയോ കയ്യിരിക്കുന്നുണ്ട്, എല്ലാം കൂടെ ചെയ്യാൻ ഒക്കത്തില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. നല്ലവണ്ണം കരഞ്ഞ് വരും. ചെറുതായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ, കൊള്ളാം, നല്ല പരിപാടിയാണ്. നല്ലവണ്ണമൊക്കെ വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളി ഇവനെ അങ്ങ് പൊടിച്ചു കണ്ടോ. ഇനി ഇച്ചിരി നമ്മൾ ഉലുവ ഇടും എണ്ണയ്ക്കകത്ത്. എണ്ണ തിളച്ച് കഴിഞ്ഞ് ഒരു 100 ഉലുവ, ഓക്കെ, ഇവനെ ഒന്ന് ഇട്ട് കൊടുക്കും. അവനൊന്ന് മൂത്തതിന് ശേഷം പിന്നെ ചെറുതായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചല്ലോ ആ ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങ് ഇട്ട് കൊടുക്കും. അത്രയേ ഉള്ളൂ. ഇവനൊന്ന് മൂത്തതിന് ശേഷം ചെറിയൊരു സവാള അരിഞ്ഞത്, എന്നിട്ട് ഉള്ളി ഇടാവൂ കേട്ടോ. ഒന്ന് ശരിയായിട്ടൊന്ന് മൂക്കട്ടെ. അതിന് ശേഷം ഇതേണ്ടേ ഇവനെ ചെറുതായിട്ട് അങ്ങ് പൊടിച്ചു. ആ ഉള്ളിയായത് ഉള്ളിയുടെ ഇട്ട് കൊടുത്തു. ഓക്കെ, അതൊന്ന് മൂക്കട്ടെ. പിന്നെ നമുക്കൊരു തക്കാളി, ചെറിയൊരു തക്കാളി ചേർക്കാം. വെള്ളം അപ്പുറത്ത് തിളയ്ക്കുന്നുണ്ട് ഗ്യാസിൽ കേട്ടോ. ഈ തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ. പിന്നെ നമുക്ക് ആവശ്യത്തിന് കരിവേപ്പില ഇടാം. ഇനി മീൻ ഇട്ട് കഴിഞ്ഞിട്ട് കുറേ കരിവേപ്പിലൂടെ പിന്നെ കൊടുക്കാം. ഇപ്പോൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി അങ്ങ് ഇട്ടു. ഓക്കെ, ഇനി ഇവൻ മൂത്ത് ഒന്ന് വഴണ്ട് വരുമ്പം പിന്നെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടും. അപ്പോൾ കുക്കിങ്ങൊക്കെ ചെറുതായിട്ട് നമ്മൾ പഠിച്ചു വെച്ചാൽ ഇവിടെ വരുമ്പോഴേ നമുക്കിങ്ങനെ കുക്കൊക്കെ ചെയ്ത് സമയമുള്ള വെള്ളിയാഴ്ച, ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ. ഇന്നെൻ്റെ കൂടെ കഴിക്കാൻ നമ്മുടെ ഒരു ദോസ്തുണ്ട്, നമ്മുടെ അമീനക്ക എന്ന് പറയും. പുള്ളി നമ്മൾ വക്കാലയിലൊക്കെ സാധനം മേടിക്കുന്ന പുള്ളി അവിടുത്തെ കടയിലാളാണ്. ആ വക്കാല ഞാൻ സാധനമൊക്കെ മേടിക്കുന്നത് മിക്കവാറും. അപ്പോൾ ഇന്ന് വൈകിട്ട്
പുള്ളി എൻ്റെ കൂടെ ആഹാരം കഴിക്കാൻ കാണും. അപ്പോൾ പിന്നെ ഒന്ന് ശരിയായിട്ട് തർത്തീപ്പ് ചെയ്തൊക്കെ കൊടുത്തില്ലെങ്കിൽ പുള്ളിക്ക് ആഹാരമൊക്കെ വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. വൈകിട്ട് പുള്ളിയും കാണും ആഹാരം കഴിക്കാൻ. അപ്പോൾ അപ്പുറത്തല്ലേ ഒരു 1.5 നാഴി അരി ഇട്ട് നാട്ടരിയാ, ചുമന്നരി ഉണ്ടല്ലോ, വേവ് കൂടുതല. അതുകൊണ്ട് കുക്കറിൽ ഒരു 4-5 വിസിലടിച്ച് കഴിഞ്ഞാൽ അവനങ്ങ് ശരിയാവും. ഇത് റൈസ് കുക്കറൊന്നുമല്ല, നമ്മൾ ഇതുപോലെ ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടാക്കുന്ന കുക്കർ. അപ്പം അതുകൂടെ അങ്ങോട്ട് വെച്ചു അപ്പുറത്തെ ഗ്യാസിൽ. അതുപോലെ ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടറേ അത് 2 കിലോയുടെ കുറ്റിയാണ്. ഇത് 10 റിയാലാവും ഇത് ഫില്ല് ചെയ്യുമ്പോൾ 2 കിലോയുടെ. ഇത് പിന്നെ 3 കിലോയുടെയാണ്. 3 കിലോ എന്നാണ് പറഞ്ഞു. ഇതിന് 15 റിയാലാണ്. ഈ ഗ്യാസ് സിലിണ്ടർ ഫില്ല് ചെയ്യുന്നതിന് 15 റിയാൽ, 3 കിലോയുടെ. അത് 10 റിയാൽ. അപ്പോൾ 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അങ്ങ് നടന്ന് പോകും. ഒന്ന് തീർന്നാലുമേ വഴി വെച്ചൊക്കെ ഒന്ന് തീർന്നു കഴിഞ്ഞാൽ 1 ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ മിക്കവാറുള്ളവർ വലിയ സിലിണ്ടറൊക്കെ വെക്കും. പക്ഷേ ഇതാകുമ്പോൾ പിന്നെ നമുക്ക് അത്യാവശ്യം എടുത്തുകൊണ്ടൊക്കെ പാനും വലിയ കാറ്റൊക്കെ ആണെങ്കിൽ ക്യാബിനകത്തൊക്കെ വെച്ച് ചായയൊക്കെ ഇടാനൊക്കെ പറ്റും ചെറുതാകുമ്പോൾ. അതുകൊണ്ട് 2 സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവൻ ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അരപ്പ് കൊടുക്കാം. ഇതൊന്ന് വഴണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്ത് വേണ്ടേ, ഒരു 2 സ്പൂണ് മുളക് പൊടി, 2 or 3 അത് മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്. പിന്നെ ഞാനിപ്പോൾ ഒരു 1.5 എടുത്തിട്ടുള്ളൂ, കാര്യം എനിക്ക് എരിവ് കുറച്ച് മതി. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂണ്, പിന്നെ മഞ്ഞൾ. അവനെ അങ്ങോട്ട് ഇടുക. അവനെ അങ്ങോട്ട് ഇട്ടു. ഇതിപ്പോൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് വേണ്ടേ ഒന്ന് ഇളക്കുക. പിന്നെ ഒരു ഇച്ചിരി 1 സ്പൂണ് കറി മസാല ഇത് അതുകൂടെ ചേർക്കാം. മസാല നല്ലവണ്ണം കായി കഴിഞ്ഞാൽ പിന്നെ കറി കുറുകി വരും. ഇവനൊന്ന് മൂക്കട്ടെ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ഇടാൻ മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നില്ലേ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നോക്കുക, എണ്ണ തെളിയും. ഓക്കെ, എണ്ണയൊക്കെ മേപ്പോട്ട് വരും, മസാലയൊക്കെ മൂത്ത്. അതിന് ശേഷം പിന്നെന്തോ നമ്മൾ വേണ്ടേ നല്ല ഉണങ്ങിയ തോട്ടുപുളി. ഇത് കണ്ടോ, ഇത് നേരത്തെ നമ്മൾ ചൂട് വെള്ളത്തിൽ ഇട്ട് വെക്കണം. നമ്മുടെ ദോസ്ത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പുള്ളി കൊല്ലം ആ ഭാഗത്താണ്, നീണ്ടകര. പുള്ളിക്ക് മീൻകറിയൊക്കെ വെക്കാൻ നല്ലോണം അറിയാം. പുള്ളി പറയാറുണ്ട് എപ്പോഴും ചൂട് വെള്ളത്തിൽ തോട്ടുപുളി മുക്കി വെക്കണം. അപ്പോൾ ഇനി നമ്മളിത് അങ്ങോട്ട് ഒഴിക്കുക. പുളി നല്ലോണക്ക് ആവശ്യത്തിന് പുളി ഇടുക. ഇനി ഇവനൊക്കെ ഒന്ന് വേവട്ടെ. പിന്നെ നമ്മൾ ചൂടാക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഞാൻ ഇവിടെ ചൂടാക്കി വെച്ച്, ചൂട് വെള്ളം പിന്നെ ഒഴിക്കാവും. ഓക്കെ. പിന്നെ ആവശ്യത്തിനൊരു മീനൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കണം. ഇച്ചിരി വെള്ളം അങ്ങോട്ട് ഒഴിച്ച്, ഓക്കെ, വെള്ളം ചൂടാക്കി ഒഴിക്കണം. അപ്പോൾ ഇവൻ ഇനി ഒന്ന് തിളച്ച് വന്നിട്ട് പിന്നെ മീൻ പറക്കിയിടാം. അവിടെ പിന്നെ റൈസ് റെഡി ആവുന്നുണ്ട്, ഇതുവരെ സീറ്റി വന്നിട്ടില്ല. ഇനി ഇവൻ നല്ലവണ്ണം തിളച്ച് ഒന്ന് പറ്റും, ഒന്ന് കുറുകും. അതിന് ശേഷം നമ്മൾ പിന്നെ കഴിവ് റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ വേണ്ട കഴിവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ ഫ്രൈ ഉള്ള അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, സെറ്റായി വരുന്നുണ്ട്. ഇനി ഇവൻ തിളച്ച് ഒന്ന് വെള്ളമൊക്കെ പറ്റി എണ്ണ തെളിയും. അതുവരെ ഒന്ന് തിളപ്പിക്കണം. പിന്നെ അനക്കമൊന്നുമില്ല, ഒന്ന് നോക്കേണ്ട വരും. ചിലപ്പോൾ സീറ്റി അടിക്കത്തില്ല, നോക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീൻ പറക്കിയിടാം. ഇതൊരു 1.5 തലയാണ്, ഞാൻ മുറിച്ചൊന്നുമില്ല. മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അഴുക്കായി പോകും. അഴുക്കെന്ന് പറഞ്ഞാൽ പിന്നെ ചതഞ്ഞ് ഉപ്പാട് വരും. അതുകൊണ്ട് ഇങ്ങനെ ആകുമ്പോൾ വെന്ത് കഴിയുമ്പോൾ അടിക്കാൻ കുഴപ്പമില്ല, നല്ല രസമാണ്. ഇനി മീനൊക്കെ പറക്കിയിടാം. വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ചൂടുവെള്ളം, കുഴപ്പമില്ല. ഒന്ന് നിറഞ്ഞ് നിൽക്കണം. പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത്, പച്ചവെള്ളം ഒഴിച്ചാൽ ശരിയാവത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ പറക്കിയിട്ടു. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ചട്ടി എടുത്ത് വേണ്ട. ഇപ്പം എല്ലാം പറക്കിയിട്ടു, എല്ലാം കൊണ്ടു. ഞാൻ വിചാരിച്ച് കൊള്ളത്തില്ലെന്ന്. ആവശ്യത്തിന് വെള്ളമുണ്ട്, ഇത്ര മതി. ഇനിയിപ്പോൾ ഇവനൊന്ന് അടച്ചു വെക്കും. ആദ്യമേ ശകലം തീ കൂട്ടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് തീ കുറച്ചിടാം. അല്ല പിന്നെ അവസാനം എല്ലാം കൂടെ കരിഞ്ഞു പോകാല്ലേ. ഇടയിൽ കാറ്റടിക്കുന്നുണ്ട് അകത്തായിട്ടും. ഒന്ന് തിളച്ച് കഴിയുമ്പോഴേ അടപ്പ് മാറ്റിയിട്ട് ഉപ്പ് പാകത്തിന് മേളിലേ ഇടാവും. നേരത്തെ ഉപ്പിടരുത്. ഒരു തിളച്ച് കഴിഞ്ഞ ശേഷം പാകത്തിന് ഇപ്പോൾ ഇത്ര ഇട്ടു. എന്നിട്ട് ഉപ്പിട്ടതിന് ശേഷം പിന്നെ തവി ഉപയോഗിക്കരുത്. കൈ കൊണ്ട് ചട്ടിയെടുത്ത് ഒന്ന് കറക്കി പിന്നെ വെച്ചാൽ മതി. ഇനി പിന്നെ തീ കുറച്ചിട്ടിട്ട് അടപ്പെടുത്ത് വെച്ച് തീ കുറച്ചിട്ട് ഇവനെ പറ്റിച്ചെടുക്കുക. പിന്നെ മീൻ കറി റെഡി. ഒരു സീറ്റി ആയിട്ടുണ്ട് കുക്കറിൽ, റൈസിലേ 2 സീറ്റി അടിച്ചു. ഇനി നമ്മളൊരു 3-4 സീറ്റ് അടിച്ചിട്ട് ഒന്ന് നോക്കും, ഓഫ് ചെയ്ത് വെള്ളം ഉണ്ടോ ഒന്ന് പറ്റിച്ചും എടുക്കുക. അതിന് ഇപ്പോൾ വെള്ളം ഊറ്റിക്കല്ലുന്ന പരിപാടിയൊന്നുമില്ല ഇവിടെ. എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. ഇതുപോലുള്ള കുക്കറില്ലേ, സാധാ കുക്കറുണ്ടല്ലോ, അതിൽ നമ്മൾ ചോറോ ദാലോ പരിപ്പോ ഒക്കെ വെക്കുമ്പോൾ 1 സ്പൂണ്
എണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ സീറ്റി അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ അതിൻ്റെ പുറത്തൊന്നും കൂടുതൽ വെള്ളം വീണിട്ടില്ല. കണ്ടോ ആ താഴെ കിടക്കുന്ന വെള്ളമൊക്കെ ഞാൻ അരി കഴിയപ്പോൾ ഉള്ള വെള്ളം. മേളിൽ കൂടെ സീറ്റി അടിച്ചാലും വെള്ളം വരത്തില്ല. കാര്യം ഒരു സ്പൂണ് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി അരിയൊക്കെ വെക്കുവാണെങ്കിൽ. നല്ല മണം അടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ശകലം കറിവേപ്പിലയുടെ മേളിൽ വിതറാം. ഇനി മീനൂടെ വറുത്ത് കഴിഞ്ഞാൽ ഓക്കെ. ഇതാണ്ട് കുറേ സമയമായി നമ്മൾ മുക്കി വെച്ചിരുന്നതാണ് പിന്നെ അരപ്പിനകത്തേ. ഇനി ഇവനോട് അങ്ങ് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആയി. എല്ലാം കൂടെ കൊള്ളുമെന്നറിയത്തില്ല, കൊള്ളിക്കാം. ഇത് പിന്നെ അവസാനം പരിഞ്ഞില്ല. ഇവനെ നേരത്തെ ഇങ്ങ് എടുക്കണം, വേവിച്ച് പൊരിച്ചിട്ട്. ഇത്രയുള്ള പരിപാടി. അന്നേരം മീൻകറി റെഡിയായി, ചോറും റെഡിയായി. ഏതാണ്ട് കുക്കറിൽ നമ്മൾ ചോറ് വെച്ചേ അതുകൊണ്ട് അടിപൊളിയായിട്ട് വെന്തു, നല്ലവണ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്തു, വെള്ളമൊക്കെ പറ്റി. ഒരു 4-5 സീറ്റ് അടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ചോറും റെഡിയായി, എല്ലാം റെഡിയായി. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ലൈക്ക് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, എല്ലാത്തിനും താങ്ക്സ്. അപ്പോൾ ഇനി പുതിയ കുക്കിംഗ് വീഡിയോ ആയി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.